ഹലോ ഫ്രണ്ട്സ്, നമുക്ക് അങ്ങനെ ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ഫിഷ് മാംഗോ കറി കണ്ടാലോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഒരു ചെറിയ തിക്നെസ്സിന് വേണ്ടിയാണ്. നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി പോലെ നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ കറിയല്ല. ഇത് കുറച്ച് ചാറ് നീണ്ട മീൻ കറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പച്ചമണം മാറി വരുമ്പോഴേക്കും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് മീനൊന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കണ്ടോ, ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് ഒത്തിരി തിക്കല്ല, പക്ഷേ നല്ല പുളിയോട് കൂടിയ മീൻ കറിയാണ്. നമുക്ക് നാളെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ചെറുതായിട്ട് വറ്റി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ച് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. അത് വെച്ച് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. എന്നാണ് ഇതിലേക്ക് പച്ച മാങ്ങയും കുറച്ച് തേങ്ങയും കൂടെ തൂക്കിക്കൊടുക്കാം. മസ്റ്റ് ട്രൈ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.